പിന്നെ ഫൈസലേ, ഞാൻ നാളെ നാട്ടിൽ പോവാ. വന്നിട്ട് കാണാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. അലൈക്കും സലാം. ഉസ്താദ് ദുആ ചെയ്. ഇൻഷാ അല്ലാ. എനിക്ക് വേണ്ടി നിങ്ങളും ദുആ ചെയ്. ഇൻഷാ അല്ലാ. ഗഫൂറേ, ആ KKMയുടെ പ്രവർത്തകരും ഉസ്താദും പറഞ്ഞതിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്. അവർ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കിവിടെ നല്ല നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. നീ വെറുതെ ഒരു മജീദ്, ഞങ്ങളുടെ കാശ് ഉണ്ടാക്കാൻ വന്നതാണ്, അല്ലാതെ നാട്ടുകാരെ നന്നാക്കാനല്ല. നമ്മുടെ ലൈഫ് അടിച്ചു പൊളിക്കണം. എനിക്ക് വിശക്കുന്നു. നീ വരുന്നെങ്കിൽ വാ, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. മജീദിന്റെയും ഗഫൂറിന്റെയും പ്രവാസ ജീവിതത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഗൾഫ് ജീവിതത്തിലൂടെ അവർ കടന്നു പോകുമ്പോൾ തന്നെ പ്രേക്ഷകരായ നിങ്ങളുടെ ശ്രദ്ധയെ അല്പനേരത്തേക്ക് ഞങ്ങൾ നാട്ടിലേക്ക് ക്ഷണിക്കട്ടെ. ആ വരുന്നില്ലേ? ഐക്കരപ്പടിയിലേക്കാണോടാ? അല്ല അല്ല അല്ല, ഫിത്തിനപ്പടിയിലേക്ക്. ബാക്കി ഗ്യാങ് ഒക്കെ അവിടെ ഉണ്ട്. പുതിയ ന്യൂസ് ഒന്നും ഇല്ലടാ അളിയാ. പുതിയ ന്യൂസോ? കടലല്ലാണ്ട് വേറൊന്നും കൊടുത്തില്ലടാ പൊട്ടാ നീ. ഇപ്പോഴത്തെ കാലത്ത് ആര് കടല തിന്നാൻ? നിന്റെ കയ്യിൽ പാൻ ബ്രാഗ് ഉണ്ടെങ്കിൽ വല്ലതും കൊണ്ടുവന്നൂടെ? ഫിറോസേ, നീ എന്താ പുതിയ ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞത്? എന്താ കാര്യം? നമ്മുടെ ബീരാങ്കാന്റെ മോളുടെ കാര്യം പള്ളിയിലെത്തിയിട്ടുണ്ടടാ. പള്ളിയിലോ? പള്ളിയിൽ എന്താ കാര്യം? നീ എന്തിനാ വെറുതെ ചിരിക്കുന്നത്? ഞങ്ങൾ കാര്യമായിട്ട് സംസാരിക്കുമ്പോ മിണ്ടാതിരടാ പൊട്ടാ. ഇവന്റെ വല്ലാത്ത കാര്യം. എവിടെ പോയാലും ചിരിയാണ്. മിണ്ടാതിരി, പറയുന്നത് കേൾക്ക്. ഫിറോസേ, നീ പറ. എടാ, മറ്റൊരു വാർത്ത ഉണ്ടടാ. നമ്മുടെ ഉസ്താദ് കുവൈത്തിൽ നിന്ന് ലീവിന് നാട്ടിൽ വന്നിട്ടുണ്ടടാ. അതെയോ? ഉസ്താദിന്റെ കാര്യം പറയണ്ടടാ. സ്ത്രീധന കല്യാണത്തിനും ദൂർത്തിനുമെതിരെ ശക്തമായ നിലപാടാണ് അദ്ദേഹത്തിന്. അത്തരം കല്യാണം ബഹിഷ്കരിക്കണമെന്നാണ് അദ്ദേഹം യുവാക്കളോട് പറയുന്നത്. നീ എന്താ ചിരിക്കുന്നത്? എല്ലാം തമാശയും കളിയാണോടാ? അതല്ലടാ, വേറൊരു കാര്യം പറയാനുണ്ടടാ. നീ അവിടെ ഇരുന്ന് സംസാരിക്ക്. ഫിത്തിനപ്പടിയെ ബഹുമാനിക്കണ്ടേ? പിന്നെ പറ, എന്തൊക്കെ വിശേഷം? ഉസ്താദ് വന്ന ശേഷം ബാങ്ക് കൊടുത്താൽ പള്ളിയിലേക്ക് ആളുകളെ വലിച്ചു കൊണ്ടുപോവുകയാണെന്നാണ് കേൾക്കുന്നത്. ഇവനിപ്പോൾ എന്താ ചെയ്യാ? ഇവന്റെ ഒരലാക്കിന്റെ ചിരി. 2 ദിവസം മുമ്പ് അമീദ് ഖാന്റെ മയ്യത്ത് കാണാൻ പോയപ്പോൾ അവിടെയും ചിരി. എന്താ പള്ളീന്റെ കാര്യം പറഞ്ഞത്? ഓന്റെ കാര്യം പറയണ്ട. ട്യൂബ്ലൈറ്റ് പോലെടാ, നേരം വൈകിട്ടേ കത്തുള്ളൂ. നീ ചിരിയില് മൂപ്പൻ, അവൻ തീറ്റയിൽ മൂപ്പൻ. അതിരിക്കട്ടെ, അഹമ്മദ് ഖാന്റെ മോളെ വർത്താൻ എന്തായി? ഓൾ ആളത്ര ശരിയല്ലല്ലോ. എടാ, അവളെ ഇന്നലെ ടൗണിൽ ഒരുത്തന്റെ കൂടെ കണ്ടിട്ടുണ്ടെന്ന് ഒരു വിവരം കിട്ടിയിട്ടുണ്ടടാ. അത് വലിയ കാര്യമല്ല ഫിറോസെ. കുറച്ച് ദിവസം മുമ്പ്
ബസ്സിന്റെ ഡ്രൈവറെ സീറ്റിന്റെ സൈഡിലിരുന്ന് എല്ലാവരും ഓള് നോക്കുന്നുണ്ടായിനി. അത് മാത്രല്ലടാ, ഐസ്ക്രീം പാർലറിലും ബീച്ചിലും അവളെ കണ്ടിട്ടുണ്ടടാ. ഒന്ന് മിണ്ടാതിരടാ, നിന്റെ ഒടുക്കത്തെ ചിരി നിർത്തടാ. ഞങ്ങളൊരു പെണ്ണിന്റെ കാര്യം ഗൗരവത്തിൽ സംസാരിക്കുമ്പോ നീ എന്താ ചിരിച്ച് സൂയിപ്പാക്കുന്നു? പിന്നെന്താ വിശേഷം? അതടാ അബ്ബാസേ, ഭൂമിക്ക് കാറ്റടിക്കണോ വരുന്നുണ്ടടാ, നോക്കടാ. അസ്സലാമലൈക്കും. എന്താ എല്ലാവരും ഉണ്ടല്ലേ ഫിറ്റ്നപ്പടിയിൽ? വരണം വരണം, ഇരിക്കണം. എത്ര ആള് ഫിറ്റ്ന പറഞ്ഞു? ജിന്നു കൂടി, ഖാദർക്കാക്ക് ജിന്നു കൂടി. അതല്ലടാ, അവസ്മാരാടാ, ഇരുമ്പ് കൊടുക്കടാ. ഇരുമ്പാ? ഇരുമ്പല്ലേ നിങ്ങളുടെ ആക്രിക്കടയെ കൊണ്ടേക്കോട്. മൊബൈലാണ്, വൈബ്രേറ്റിൽ വെച്ചതാ. ഹലോ, യെസ്, ഞാൻ ഖാദറാണ്. എന്തേ, പുതിയ പിള്ളനെയോ വേണോ? ഡോക്ടറാണ്. 100 പവനും ഒരു ബെൻസ് കാറും. 3ന്റെ താഴെ കഷ്ടമാണ്. ജോലിയൊന്നും ഇല്ലാത്തവരാണ്. ജോലിക്ക് വേണ്ടി വിസ കൊടുക്കേണ്ടി വരും. കാശ് മാത്രം കൊടുക്കണ്ട. എന്താ വേണ്ടേ? ഇവിടെ 4 പോത്തുകളുണ്ട്. അവരുമായി സംസാരിച്ച് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി, ഓക്കെ, അസ്സലാമലൈക്കും. ഖാദർക്കാ, വാ ഇരിക്ക്. ഇന്നലെ ഇവിടെ 2 ആൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നെന്താ 4 ആളെ കാണുന്നല്ലോ. 4 ആളോ? നിങ്ങളെ കൂട്ടി 5 ആളായില്ലേ? അതിരിക്കട്ടെ, ഞങ്ങളെ പോത്താക്കിയല്ലോ ഖാദർക്ക. അതെന്താ സംഭവം? പോത്ത് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച? ഞാൻ പോത്തെന്ന് പറഞ്ഞത് നീ പൊട്ടനാ. നീ പോത്തല്ലേ? എന്തൊരു പൊട്ടൻ! പോത്ത് എന്ന് പറഞ്ഞാലും അപ്പോഴും ചിരി എന്നെ ചിരി. നമ്മക്കൊരു പിയാപ്പണം വേണം. ഞങ്ങൾക്കൊരു 2.5 ലക്ഷം കിട്ടേണ്ടി വരും, അല്ലടാ ഫിറോസെ? 1.5 ലക്ഷത്തിന്റെ ഒരു കേസുണ്ട്, ഉറപ്പിക്കട്ടെ. 1.5 ലക്ഷത്തിന് ഈ പൊട്ടനെ കിട്ടും. ഇവൻ എന്താ പറയുന്നത്? എന്റെ ഖാദർക്ക, അവൻ മിണ്ടില്ല, അവൻ പൊട്ടനാ. ഇവൻ പൊട്ടനാ? ഇവനെന്താ പറഞ്ഞത്? ഖാദർക്കാ, അവങ്ങളെ തന്തൊക്കെ വിളിച്ചാണ് ട്ടാ. എന്റെ തന്ത വിളിക്കുന്ന, എന്റെ ഉപ്പാക്ക വിളിക്കുന്ന. ഇവൻ എന്നെ ഭ്രാന്താക്കും. ഇവൻ ആള് ഉഷാറാണ്. പിന്നെന്ത് വിശേഷം? ആർക്കും പണിയും കാര്യം ഒന്നുമില്ല. എന്നല്ല ഖാദർക്കാ ഞങ്ങളെ പണി, വേറെന്താ ഞങ്ങക്ക് പണി? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. 1 2 3 4 5 എല്ലാരും ഉണ്ടല്ലോടോ. 5 ഉസ്താദേ, 4 ഉള്ളൂ. എന്താ അബ്ബാസെ ഇതിന്റെ ഈ കഴുത്തില്? ഇത് ചെയിനാണ്, ഇപ്പോഴത്തെ ഫാഷനാണ് ഉസ്താദെ. ഫാഷനോ? നായയുടെ കഴുത്തിലിട്ട പോലെ ഉണ്ടല്ലോടോ. എന്തിനാ മക്കളെ ആവശ്യമില്ലാതെ ഇവിടെ ഇരുന്ന് സൊറ പറയുന്നത്? ഇരിക്ക്. അന്യന്റെ പെണ്ണുങ്ങളെ കുറിച്ച് നിങ്ങൾ ഫിത്ന പറയുന്നു. നിങ്ങൾക്കും ഇല്ലേ ഉമ്മവങ്ങന്മാര്? സമുദായത്തിന്റെ പേരും ചുമന്ന് ഇസ്ലാമിന്റെ മുഖത്ത് കരിവാരി തേക്കുന്ന പ്രവർത്തനല്ലേ ഇത്? ഇസ്ലാമിന്റെ സ്വഭാവം അല്ലല്ലോ നിങ്ങൾ ചെയ്യുന്നത്. ഉസ്താദെ, വെറുതെ ടൈം പാസിന് പറയുന്നതാ. എന്ത് ടൈം പാസ്? മറ്റുള്ളവരുടെ മാംസം തിന്നുന്നതോ? നമ്മുടെ ആഹാരം നഷ്ടപ്പെടാൻ ഇത് തന്നെ ധാരാളം മതി. എന്തിനാ വെറുതെ മുഫിലിസ് ആവുന്നത്? എന്താ ഉസ്താദേ മുഖ്ലിസ്? മുഖിലിസ് അല്ല എൻ്റെ ഫിറോസെ, മുഫിലിസ്. ഒരുപാട് അമലുകൾ ചെയ്തിട്ട് ഫിത്ന പറഞ്ഞതിൻ്റെ പേരിൽ ഉള്ള അമലുകൾ മുഴുവൻ മറ്റുള്ളവർക്ക് നൽകേണ്ടി വരും. അവസാന അമലുകൾ ഇല്ലാതാകുമ്പോൾ അവരുടെ പാപങ്ങൾ നമുക്ക് ഇങ്ങോട്ട് തരും. അങ്ങനെ ഒന്നുമില്ലാത്തൊരവസ്ഥ വരും. എന്തിനാ വെറുതെ ഉള്ള അമലുകളൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്? അല്ല, നിങ്ങൾ എത്ര മണിക്കൂറായി ഇവിടെ ഇരിക്കുന്നു? 2-3 മണിക്കൂറായി. 6 മണിക്കൂർ ഇരുന്ന് ചന്തി തരിച്ച് കാണുമല്ലോടോ. എന്തെങ്കിലും ജോലി ചെയ്ത് കുടുംബത്തെ നോക്കാൻ ശ്രമിച്ചൂടെ എൻ്റെ അബ്ബാസേ? നിസ്കാരമൊന്നും ഇല്ലല്ലോ അല്ലേ? അസ്റും മഗ്‌രിബൊക്കെ എത്ര കഴിഞ്ഞു? നിസ്കരിച്ചിട്ടുണ്ട് ഉസ്താദെ. മിനിയാന്ന് വെള്ളിയാഴ്ച ജുമാക്ക് പോയിരുന്നു. മുക്രിക്ക ഇക്കാമത്ത് കൊടുക്കുമ്പോൾ ഞങ്ങൾ എത്തിയിരുന്നു. സലാം വീട്ടിയ ഉടനെ ഞങ്ങൾ പുറത്തേക്ക് വന്നു.
ഇവൻ എന്താ ഈ പറയുന്നത്? അവൻ റുക്കു ചെയ്യുമ്പോൾ വന്നിരുന്നു എന്ന് പറഞ്ഞതാ. വെള്ളിയാഴ്ച ജുമ മാത്രം നിസ്കരിച്ചുകൊണ്ട് കായില്ലടോ. 5 നേരം നിസ്കരിക്കാനല്ലേ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത്. പരലോകത്ത് ആദ്യം ചോദ്യം ചെയ്യുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. നിസ്കരിക്കാത്തവൻ എന്ത് സമുദായത്തെ സേവിച്ചിട്ടും കാര്യമില്ല. ഇതാര്? ബ്രോക്കർ കാതറല്ലേ? ഇങ്ങോട്ട് വാ. നിങ്ങളാണ് ഈ നാട്ടിലെ വിവാഹ ദല്ലാളല്ലേ? ലക്ഷങ്ങൾ സ്ത്രീധനം വാങ്ങി വിവാഹത്തെ കാലിച്ചന്തയാക്കുന്ന ഈ ഏർപ്പാടിന് താങ്കളെ പോലുള്ളവരാണ് കൂട്ടുനിൽക്കുന്നത്. 2 കൂട്ടരിൽ നിന്നും കമ്മീഷൻ പറ്റുന്ന ദല്ലാളി വർഗം സമുദായത്തിന് ശാപമാണ്. ഇസ്ലാമിന്റെ തത്വങ്ങൾക്ക് നിരക്കാത്ത ഈ സ്ത്രീധന സമ്പ്രദായം നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിന് പുതിയ തലമുറ മുമ്പോട്ട് വരണം. രണ്ട് വർഷങ്ങൾക്ക് ശേഷം മജീദിന്റെയും ഗഫൂറിന്റെയും ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ നമുക്ക് നോക്കാം.